ഞങ്ങൾ ഇന്നിപ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണല്ലോ. ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുകയാണല്ലോ. അതേ വയനാട്ടിൽ നിന്ന് പറയാം. ഞങ്ങളിപ്പോൾ ഞങ്ങളെ ചെറൂരിലുള്ള ഒന്ന് പൂക്കോയത്തങ്ങൾ അനുസ്മരണ പരിപാടിയും മറ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അവിടെ പ്രസ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. നമ്മളെ പരിപാടി ഇന്ന് വർക്ക് തുടങ്ങുകയാണ്. വർക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് തങ്ങൾ പോകുന്നത്. നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എന്നാൽ 160 ദിവസം മറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പദ്ധതി മുഴുവൻ പൂർത്തിയാകും. 8 മാസത്തിന്. അതെ, അങ്ങനെ നിയമക്കുരുക്കമൊന്നുമില്ല. അത് പെർഫെക്റ്റ് ഭൂമിയാണ്. ഒരു നിയമക്കുരുക്കവും ഇല്ല. നാട്ടിലൊരു നിയമമില്ലേ? കോടതിയിൽ നിന്ന് ഇതേപോലെ എത്രയോ നിയമങ്ങൾ വന്നു പോയതാണ്. ഒരു നിയമക്കുരുക്കമില്ല. പറഞ്ഞുണ്ടാക്കണത് വെച്ചാൽ അതിന് യാതൊരു കുഴപ്പമില്ല. നല്ല അതിന് പ്രസക്തിയില്ല. ആ വർത്തമാനത്തിന് തന്നെ പ്രസക്തിയില്ല. ഞങ്ങൾക്ക് പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഏറ്റവും സൂപ്പർ ലാൻഡ് ഞങ്ങളുടെ ലാൻഡാണ്. ഏറ്റവും സൂപ്പർ ലാൻഡ്. അവിടെ ചെന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങൾ പറയണ്ടല്ലോ, PWD റോഡിൻ്റെ വക്കത്ത് ഇത്രയും നല്ല ഒരു ലാൻഡ് വേറെ ഇല്ല. കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. ഈ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് നല്ലത് കൊടുക്കുക എന്ന് തങ്ങൾ നേരത്തെ പറഞ്ഞത് അതാണ്. ഒരു നിയമപ്രശ്നവുമില്ല അവിടെ. ഞങ്ങളത് മാത്രമല്ല, എല്ലാ ഗവൺമെൻറ്റിൻ്റെതും ഗവൺമെൻറ്റിൻ്റെത് അല്ലാത്തതും ഒക്കെ ഇങ്ങനത്തെ ഭൂമി തന്നെയാണ്. വയനാട്ടിൽ ഇങ്ങനത്തെ ഭൂമിയേ ഉള്ളൂ. അത്യാവശ്യം വയനാട്ടിലെ ഭൂമിനെ പറ്റി അറിയുന്ന ഒരാളാണ് ഞാൻ അവിടുത്തെ കല്യാണം കഴിച്ചുള്ളൂ, എനിക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി എൻ്റെ എല്ലാ രേഖയും ഒരു നിലക്കും തടസ്സപ്പെടുത്താൻ ആരെ കൊണ്ടും കഴിയില്ല എന്നുള്ളത് നല്ലപോലെയാണ്. ഏത് പെർഫെക്റ്റ് ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവസാനിക്കും. അതിനെതിരായി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമുക്ക് അനുമതി കിട്ടിയല്ലോ. മുഴുവൻ വീടുകൾക്കും ഉണ്ടാക്കാൻ ആവശ്യമായ അനുമതി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി കിട്ടാൻ വയനാട്ടിൽ ഞങ്ങൾ ആ ദുരന്തം ഉണ്ടായ അന്ന് തന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. ജനങ്ങളുടെ വിഷമം ഞങ്ങളെ തന്നെ വല്ലാതെ അത് അലട്ടിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചത് അവിടെ നമുക്ക് വീടുകൾ വെച്ച് കൊടുക്കണം. അത് പാർട്ടി ഏറ്റെടുത്തു. പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകന്മാരും അഭ്യുദയകാംക്ഷികളും എല്ലാവരും അതിനുവേണ്ടി സഹായിച്ചു. ക്രൗഡ് ഫണ്ടിങ് തന്നെ ഞങ്ങൾ ഏർപ്പെടുത്തി. നല്ല വിജയമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഏറ്റവും നല്ല ഭൂമി അവർക്ക് കൊടുക്കണം. ഏറ്റവും ആക്സസ് ഉണ്ടായിരിക്കണം. ടൗണിൽ നിന്നൊക്കെ ഏറ്റവും, അതായത് എസ്റ്റേറ്റിൻ്റെ മധ്യത്തിലൊന്നും ആവരുത്. റോഡ് സൈഡിൽ തന്നെയാണ്. പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയും മനോഹരമായ സ്ഥലമാണ്. അത് ഞങ്ങൾ എടുത്തു. ഇപ്പോൾ വീടിൻ്റെ പണി ഇന്ന് ആരംഭിക്കുകയാണ്. അവിടെ ഗവൺമെൻറ്റിൻ്റെത് ഉൾപ്പെടെ അപ്പുറം ഇപ്പുറം നടക്കുന്ന എല്ലാ ഭൂമിയും ഇതുപോലെ തന്നെ. ഞങ്ങൾക്ക് മാത്രം തരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് അത് കഴിയില്ല എന്നുള്ളത്. അല്ല, അത് നമുക്ക് അതന്നെ നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെൻറ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ.